MBBS നോക്കുന്നവരാണോ നിങ്ങൾ? ഫോറിൻ MBBS എടുത്ത് ട്രാപ്പിലായവരുടെ കഥ കേട്ടിട്ടുള്ളവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കുള്ള പെർഫെക്റ്റ് സൊല്യൂഷനുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഫോറിൻ MBBS എടുക്കരുത്, ഫോറിൻ MBBS ചൂസ് ചെയ്യുന്നത് റോങ് ആയിട്ടുള്ളൊരു ഡിസിഷനാണ് എന്നൊക്കെ പറയുന്ന ഒട്ടനേകം വീഡിയോസ് നമ്മൾ എന്നും കാണലിട്ടല്ലേ. പക്ഷേ ഈ പറയുന്നവരൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവരാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? MBBS എവിടെ പഠിച്ചാലും അത് ഈസി അല്ല, അത് ഇവിടെ പഠിച്ചാലും ഫോറിനിൽ പഠിച്ചാലും അത് ഈസി അല്ല. പക്ഷേ ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നല്ലേ? അപ്പോൾ ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊരു പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോറിൻ MBBS ചൂസ് ചെയ്യുന്നത് ഒരിക്കലും ഒരു ഷോർട്ട് കട്ട് അല്ല, അതൊരു സ്മാർട്ട് റൂട്ടാണ്. നിങ്ങളെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ ഒരു അടിപൊളി ഏജൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ബെസ്റ്റ് കൺട്രി ചൂസ് ചെയ്യാൻ, നിങ്ങളെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാൻ, WHO അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി, NMC ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ആ ഏജൻസി പറഞ്ഞു തരുന്നതായിരിക്കും. ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വേൾഡ് ക്ലാസ് ഫെസിലിറ്റീസ് ഉള്ള ക്ലാസ് റൂം, ഇംഗ്ലീഷ് മീഡിയത്തിൽ ക്ലാസ് എടുക്കാനുള്ള ടീച്ചേഴ്സ് ആൻഡ് NMC ഗൈഡ് ലൈൻസും WHO ഗൈഡ് ലൈൻസും എല്ലാം ഫോളോ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി. ഇതിലുപരി നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഏജൻസി അടിപൊളിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോസസ്സ് എല്ലാം വളരെ സ്മൂത്ത് ആയിരിക്കും. ഇപ്പോൾ പ്രോബ്ലം എവിടെയെന്ന് മനസ്സിലായില്ലേ? ഫോറിൻ MBBS ചൂസ് ചെയ്യുന്നതല്ല, നിങ്ങളുടെ റോങ് ഡിസിഷൻ, നിങ്ങൾ ചൂസ് ചെയ്യുന്ന റോങ് ഏജൻസി, അതാണ് പ്രോബ്ലം. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ അങ്ങ് കൊല്ലം മുതൽ കാസർഗോഡ് വരെ സോഷ്യൽ മീഡിയാസ് നമുക്ക് കാണാം, ഒട്ടനവധികം ഏജൻസീസ് ഉണ്ട്. പക്ഷേ ഇതിൽ ഏത് ഏജൻസി നിങ്ങൾ ചൂസ് ചെയ്യുന്നു, ആ ഏജൻസി നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റി പറഞ്ഞു തരുന്നു, ഏത് കൺട്രി സജസ്റ്റ് ചെയ്യുന്നു, അവർക്ക് അവിടെ ഡയറക്റ്റ് ലിങ്ക് ഉണ്ടോ, ഇതൊക്കെ നിങ്ങളുടെ അഡ്മിഷനെയും നിങ്ങളുടെ ഫ്യൂച്ചറിനെയും ബാധിക്കുന്നു. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഡിസിഷനിലാണ് കാര്യം ഇരിക്കുന്നത്. അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളൂ. നിങ്ങൾ എന്നും ഈ ഫോറിൻ MBBS ഒക്കെ ചെയ്യുന്ന കമ്പനീസിൻ്റെ ആഡ്സ് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ എന്നും കാണുന്നവരാണ്. പക്ഷേ എല്ലാ വർഷവും അഡ്മിഷൻ എടുക്കുന്നതിൻ്റെ പേരിൽ ഇവർ നടത്തുന്ന ഈ ആഡ്സ് ഒരേ ഏജൻസിയുടെ പേരിലാണോ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് ഇവർക്ക് ഒരേ പേരിൽ തുടരെ 5-6 വർഷം അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നില്ല? ഒരേ കമ്പനിയുടെ പേരിൽ എന്തുകൊണ്ട് ഇവർക്ക് ആഡ് എടുക്കാൻ പറ്റുന്നില്ല? ഇത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? 5 വർഷമായി നിങ്ങളുടെ മുമ്പിൽ ഫോറിൻ MBBSന് ഒരേ പേരിൽ അഡ്മിഷൻ ചെയ്യുന്ന ഒരു ഏജൻസി ഉണ്ട്. അതായത് കേരളത്തിലെ എക്സ്ക്ലൂസീവ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി ആയ എയിംപ്ലസ് ഇന്റർനാഷണൽ, നിങ്ങളുടെ സേഫസ്റ്റ് ഓപ്ഷൻ. എങ്കിൽ നിങ്ങളുടെ മക്കളെ ഫോറിൻ MBBS എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്ക്ലൂസീവ് ആൻഡ് ദ സേഫസ്റ്റ് ഓപ്ഷൻ എയിംപ്ലസ് ഇന്റർനാഷണൽ.